ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. ആണോ? ആ, പ്രൊഡ്യൂസറോട് ചോദിക്കണോ എന്താ ഇവിടെ കഴിക്കണത്? ഞാൻ നല്ല പൊറോട്ടയും ബീഫിന്റെ ഉസ്താദാണ്. അതെ, അത് എല്ലാവരും പറയും ഇങ്ങനെ പൊറോട്ട കഴിക്കരുത് കഴിക്കരുതെന്ന് പറയും. പക്ഷെ വിശന്നിട്ട് നമ്മൾ കാറിലോ അല്ലെങ്കിൽ നടന്നു പോവുകയോ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു തട്ടുകടയിൽ നിന്ന് ഇങ്ങനെ നല്ല ഒരാളിങ്ങനെ പൊറോട്ട ഇങ്ങനെ അടിച്ചുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഞാനവിടെ നിർത്തും, അവിടെ ഇറക്കും, ചേട്ടാ പിന്നെ രണ്ടെണ്ണം ഫ്രഷ് ആയിട്ട് എടുക്കും. നിർത്തോ? രണ്ടിലൊരു 3 ഒക്കെ പോകും. ഒരു സ്ട്രെങ്ത് എന്താണ്? സ്ട്രെങ്ത് സുഹൃത്തുക്കളാണ്, സ്ട്രെങ്ത് ഫാമിലിന്റെ സ്ട്രെങ്ത് ആണ്. ജിൽ ആൻസർ നല്ല നല്ല എനർജിയിൽ പറയണം. ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം? ചുമ്മാ ഇരിക്കുക. അതൊരു വളരെ നല്ല ഫീലാണ്, സത്യമാണ്, എനിക്ക് മനസ്സിലാവും. ഫോഴ്സ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യം? ഫോഴ്സ് ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂസ്. അത് സത്യമാണ്, വളരെ സത്യമാണ്. സ്വന്തം സിനിമ ഇറങ്ങാതെ സണ്ണി ചേട്ടനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല ഒരു ഇന്റർവ്യൂവിന്. മഞ്ജു ആണ് പിന്നെ നമ്മളെ കോർഡിനേറ്റർ, പുള്ളിക്കാരി ഞാൻ പണ്ട് വരെയുള്ള സുഹൃത്താണ്. എന്നെ ഇങ്ങനെ തള്ളി 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 ഓരോ റൂമിൽ കൊണ്ടുപോയിടുക. ഞാൻ പ്ലീസ് ഞാൻ പറയുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു ഗൈസ്, അതല്ലേ? ഭാര്യ ഞാനുമായിട്ട് സ്ഥിരമായി തല്ലുകൂടുന്ന ഒരു കാര്യം? സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ടോപ്പിക് ഇല്ല. വ്യത്യസ്തമായ ടോപ്പിക്കുകളാണ്. വ്യത്യസ്തമായ പിന്നെ തല്ലുകൂടൽ വളരെ കുറവാണ്. ഇന്ന് രഞ്ജിനി ചേച്ചി ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിരുന്നു. അതിനകത്തുള്ള ഒരു ചോദ്യം എന്തായിരുന്നു ഞാൻ പറയട്ടെ, നിങ്ങൾ ഡിവോഴ്സ്ഡ് ആണോ? അപ്പൊ അടിപൊളി മിസ്സസ് സണ്ണി വേനം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടതാ? രാവിലെ തുടങ്ങിയല്ലേ ഇന്റർവ്യൂ. ഒരു സുഹൃത്തിനെ കുറിച്ച് ആളുകൾ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് ആരാണ്? ക്ലീഷയുടെ എനിക്കും അറിയാം, ദുൽഖർ സൽമാൻ. ആ ഒരു വീഡിയോയില് ദുൽഖർ സൽമാൻ സണ്ണിയുടെ കല്യാണത്തിന് വന്നൊരു വീഡിയോ 7 ലക്ഷം ആൾക്കാരിൽ കൂടുതൽ കണ്ടു കഴിഞ്ഞു കേട്ടോ. എണ്ണുന്നുണ്ടല്ലോ അല്ലേ? കൃത്യമായിട്ട് ജോലി ചെയ്താണല്ലോ, യൂട്യൂബ് ആണല്ലോ. ആളുകൾ എന്നെ കുറിച്ച് അല്ലെ, എന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഗോസിപ്പ് എന്താണ്? എന്നെ കുറിച്ച് ഒരു ഗോസിപ്പും കേട്ടില്ല. ദൈവത്തെ ഓർത്ത് അങ്ങനെ മാത്രം പറയരുത്. ഇവിടെ പറയാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയാം. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് കുറിച്ച് പറയാണ്. സണ്ണി ഐശ്വര്യ റായി തമ്മിൽ ലൈനാണ്, പ്രേമാണെന്ന് കേട്ടല്ലോ എന്നൊക്കെ ചിലപ്പോ കേൾക്കാലോ. ഞാൻ ചിലപ്പോ പറഞ്ഞു പോകും, പക്ഷേ ഇപ്പൊ പറയില്ല. സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ. അതെ, ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം, അവരെ കുറിച്ചുള്ള ഒരു ഓർമ്മ പറയാം. പറയണേ പ്ലീസ്. നോക്കട്ടെ. ഓക്കെ. നിവിൻ പോളി. ശരിക്കും നിവിനുമായിട്ട് മറ്റേ കായങ്ങളെ കൊച്ചിനെ അഭിനയിച്ചോണ്ടിരിക്കും നിവിൻ ഇങ്ങനെ പുറകെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു. നിവിന്റെ ഒരു സ്ഥിരം പ്രോഗ്രാമാണ്. എന്തെന്ന്? അതായത് പുള്ളി എപ്പോഴും ആള് ഭയങ്കര ഫണ്ണിയാണ്. പിന്നെ നമ്മൾ എത്ര, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സീനിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കൺസീവ് ചെയ്ത് അതിനെ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഭിനയിക്കുകയായിരിക്കും. അപ്പം ചിലപ്പം ഐ മീൻ കായംകുളം കൊച്ചുമണിയിലാണ് നമ്മൾ കുറച്ചും കൂടെ അടുത്തറിഞ്ഞ് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തത്.